ഇത്തവണത്തെ ശ്രീകുരുമ്പ പുരസ്കാരം ലഭിച്ച ശേഖരേട്ടനുമായിട്ട് ക്ഷേത്രത്തിന്റെ ചരിത്രത്തിനെ കുറിച്ചും താലപ്പൊലിയെ കുറിച്ചൊക്കെ സംസാരിക്കാനാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. ഇത്തവണ ശ്രീകുരുമ്പ പുരസ്കാരം ലഭിച്ചത് ശേഖരേട്ടനാണ്. അപ്പൊ ശേഖരേട്ടന് എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്? വളരെ സന്തോഷം. കാരണം ഇവിടുത്തെ പ്രധാന അടികളെ പേരിലുള്ളതാണ്. അടികൾ വളരെ എപ്പോൾ കണ്ടാലും എന്നോട് എന്താ ശേഖര വിശേഷം ഒരു ചെറുപുഞ്ചിരിയോടുകൂടി ചോദിക്കും. അത് ആ ഓർമ്മ ഇനിയും പുതുക്കാനായിട്ടൊരു അവസരം, മനസ്സിൽ നിന്ന് പോകാത്ത രീതിയിലുള്ള ഒരു അവസരം എനിക്ക് കിട്ടി. അതിൽ സന്തോഷം. ചരിത്രപ്രസിദ്ധ താലപ്പൊലിയുടെ പ്രധാന ചടങ്ങ്, ആദ്യമായിട്ട് ചടങ്ങ് തുടങ്ങുന്നത് സംഘക്കളിയാണ്. അത് ഈ കൊല്ലം 12-ാം തീയതിയാണ് തുടങ്ങുന്നത്. 12-ാം തീയതി രാത്രി അകത്ത് 4 പാദം അല്ലെങ്കിൽ സംഘക്കളി നമ്പൂരിമാരുടെ ചടങ്ങാണ്, അത് നടക്കും. 13-ാം തീയതി സംഘക്കളി പുറത്താണ്. അത് തമ്പുരാനെ എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന് രാത്രി ഏകദേശം ഒരു 10:30 മണിക്ക് വടക്കേ നടയിൽ അവർ കളികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു ഏകദേശം 11-11:30 അവസാനിക്കും. 3-ാം ദിവസം സംഘക്കളി നടക്കുന്നത് അകത്താണ്. അത്താഴപൂജ കഴിഞ്ഞ് 4 പാദം പടിഞ്ഞാറ് നട, തമ്പുരാൻ മാത്രം വന്ന് തുറക്കുന്ന പടിഞ്ഞാറ് നട തുറന്ന് ഈ ചടങ്ങിന് വേണ്ടി 2 കിണ്ടി ഭണ്ണാരങ്ങളുണ്ട്. ആ ഭണ്ണാരം തുറന്ന് എണ്ണി ഭഗവതിയുടെ മുമ്പിൽ തിട്ടപ്പെടുത്തി താലപ്പൊലി നടത്തിപ്പിന് എന്നാണ് സങ്കല്പം. അത് ആ ഒരു ചടങ്ങ് നടക്കുന്നത്. അതാണ് സംക്രാന്തി സംഘക്കളിയുടെ ചടങ്ങ്. സംക്രാന്തി പിന്നെ 1001 കഥനയോടുകൂടി ഓക്കയോഗമാണ് അത് നടത്തിപ്പ്. 1001 കഥന 6 മണിക്ക് പൊട്ടിക്കും. അതോടുകൂടി താലപ്പൊലി മഹോത്സവം ഗംഭീരമായിട്ട് ആഘോഷം നടക്കുന്നു. ഈ തമ്പുരാൻ വരുമ്പോൾ മാത്രമാണ് ഈ പടിഞ്ഞാറ് നട തമ്പുരാൻ വരുമ്പോൾ മാത്രം. അതിനെന്തെങ്കിലും അതിന്റെ പിന്നിൽ എന്തെങ്കിലും? അത് ഇതിൽ തമ്പുരാൻ നമസ്കരിച്ചിട്ടാണ് അത് തുറക്കുന്നത്. ശരിക്കും ഭഗവതി പടിഞ്ഞാട്ടാണ് ദർശനം. ശ്രീശങ്കരാചാര്യർ ശ്രീചക്രത്തിൽ രഹസ്യ അറിയൽ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത് പടിഞ്ഞാട്ടാന്നാണ് പറയണത്. ആ പടിഞ്ഞാട്ടുള്ള ദർശനം തമ്പുരാൻ മാത്രമേ പടിഞ്ഞാറ് നട തുറക്കുന്നു തൊഴുള്ളൂ. തൊഴുന്നില്ല, ശരിക്കും തമ്പുരാൻ നമസ്കരിക്കുമ്പോഴാണ് തുറക്കുന്നത്. ഒരു വശം തുറക്കും, 5 പ്രാവശ്യം വലിയൊരു മണിയുണ്ട്, ആ മണി അടിക്കും. അതടിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ അടയ്ക്കും. അത് ഈ സംഘക്കളിക്കാരുടെ ചടങ്ങിന് വേണ്ടി അത് തുറക്കും പടിഞ്ഞാറ് നട. പിന്നെ ചടങ്ങിനോടനുബന്ധിച്ച് ഒട്ടനവധി നമ്മുടെ നാട്ടിൽ നിന്നല്ലാതെ പുറത്തുനിന്ന് ഒരുപാട് എന്താ പറയുക സമുദായങ്ങൾ എല്ലാവരും വരുന്നുണ്ട്. നമ്മൾ ഈ സുഹാസിനി പൂജ, അതിങ്ങനെ മലരും ശർക്കരയും ഒരു വിളക്കൊക്കെ വെച്ച് ഗംഭീരമായിട്ട് കൂട്ടിയിട്ടിട്ട് പൂജ നടത്തുന്നുണ്ട്. അപ്പോൾ ഈ അമ്പലപ്പറമ്പ് ഏകദേശം ശങ്കരാതി നിന്ന് വൈകുന്നേരം ഏകദേശം ഫുള്ളായിട്ട് എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൂട്ടിയിട്ട് പൂജ നടത്തുന്നു. ഈ നമ്മൾ ആ പഴക്കൊലയിന്ന് ഇങ്ങനെ എടുത്തിട്ട് ഭക്തജനങ്ങൾക്ക് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ടല്ലോ, അത് ഈ പഴം അവർ കൊണ്ടുവന്ന് ഈ പൂജ കഴിഞ്ഞിട്ട് എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. ചിലൊരു ദിവസം 10 കയറി നിന്ന് കൊടുക്കും. അപ്പൊ അതിന്റെ പിന്നിൽ ഒരുപാട് വർഷങ്ങളായിട്ട് ആചരിച്ചു പോരുന്നല്ലോ. അത് കാലങ്ങളായിട്ട് നടന്നു പോരുന്നതാണ്. ഏകദേശം എത്ര വർഷത്തോളായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു താലപ്പൊലി ചടങ്ങുകൾ തുടങ്ങിയിട്ട്? അതിപ്പോ കൊടുങ്ങല്ലൂർ അമ്പലം എന്നുണ്ടായിരുന്നു അന്ന് മുതൽ താലപ്പൊലി ഉണ്ടെന്നുള്ളതാണ് സങ്കല്പം. പിന്നെ മലയേറിയന്മാരുടെ ഒരു പ്രാധാന്യം എന്താണ് ശരിക്കും ക്ഷേത്രത്തിലെ ചടങ്ങുകളിൽ താലപ്പൊലി? അവരാണ് ഈ ഇരുമുടിക്കെട്ടായിട്ട് ഭഗവതിക്ക് അവരുടെ നാമം ജല്യം കൊണ്ട് ഭഗവതിക്ക് നടക്കിയ ഈ ഇരുമുടിക്കെട്ട് സമർപ്പിച്ചു വരുന്ന. അവർ 41 ദിവസം വ്രതം എടുത്തിട്ട് ശബരിമലയ്ക്ക് പോകുന്ന പോലെ വ്രതം എടുത്തിട്ട് ഇരുമുടിക്കെട്ട് കെട്ടി ചുവന്ന സഞ്ചി കെട്ടിയിട്ടാണ് അവർ വരണത്. അവർ വന്ന് ഭഗവതിയെ നടക്കി വയ്ക്കണു. അവരുടെ സങ്കടങ്ങളെല്ലാം ഭഗവതിയോട് തുറന്നു പറയണു. അത് ഒരു കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു സങ്കടമാണ്. തുറന്നു പറച്ചില്ല അവരുടെ. അത് നമ്മളിപ്പോ ഭരണിക്കല്ലാതെ ഭരണിക്കാണല്ലോ കോമരങ്ങൾ കൂടുതൽ കണ്ടുവരുന്നത്. അപ്പൊ അവർക്ക് താലപ്പൊലിക്കും പ്രാധാന്യമുണ്ടോ? കോമരങ്ങൾ വരുന്നുണ്ട്. ആ വേഷത്തിലല്ല, താലപ്പൊലിക്ക് അവർ പങ്കെടുക്കുന്നുണ്ട്. അവർക്ക് പ്രത്യേകിച്ച് ചടങ്ങുകൾ ഒന്നുമില്ല. തൊഴുത് ഭണ്ണാരം വയ്ക്കാനുള്ള അനുവാദമൊക്കെ കൊടുത്ത് തമ്പുരാൻ മടങ്ങും. അത് കഴിഞ്ഞ് 4 മണിക്ക് 1-ാം തീയതി നട തുറക്കും. പൂജകളൊക്കെ കഴിഞ്ഞ് ഉച്ചപൂജയ്ക്ക് മുമ്പായിട്ട് തമ്പുരാൻ വീണ്ടും വരും. തൊഴുത് ഉച്ചപൂജ എഴുന്നള്ളിപ്പിനുള്ള അനുവാദം കൊടുത്ത് തമ്പുരാൻ മടങ്ങും. അന്ന് ഉച്ചപൂജ കഴിഞ്ഞ് ഏകദേശം ഒരു 1 മണിയോടുകൂടിയാണ് എഴുന്നള്ളിപ്പ്. 5 ആനയുടെ എഴുന്നള്ളിപ്പാണ് ആദ്യം. കുറുമ്പാമ്പട നടയിൽ നിന്നും 5 ആന എഴുന്നള്ളിക്കും പഞ്ചവാദ്യത്തോടു കൂടി. അത് ഗജമണ്ഡപത്തിൻ്റെ പോസ്റ്റ് ഓഫീസിൻ്റെ അവിടെ എത്തുമ്പോൾ 7 ആനയാവും. ഗജമണ്ഡപത്തിൻ്റെ അവിടെ നിന്നാണ് പഞ്ചവാദ്യ അവസാനിക്കും. തിരിച്ച് മേളം 9 ആനയ്ക്ക്. എന്തുകൊണ്ടാണ് ശരിക്കും മൂലബിംബം അവിടെ ശ്രീകുരുമ്പാമ്മയുടെ അവിടെ എന്ന് പറയുന്നത്?
അതിപ്പോൾ ഐതിഹ്യം പലതും പറയുന്നത് ഭഗവതി അവിടെ വന്ന് അതിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതാണ്. പിന്നെ ഈ കതിന 1001 കതിന പൊട്ടിക്കാന്ന് പറയില്ലേ, അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഇതുപോലെ ഇങ്ങനെ ആളുകളെ അറിയിക്കാനാണോ അങ്ങനെ എന്തെങ്കിലും? അതല്ല, സംക്രാന്തി വെടി 1001 കഥനയോട് കൂടിയാണ് ആരംഭിക്കുന്നത്. അടികളുടെ 3 മടക്കാരുണ്ട് അവിടെ. ആ മടങ്ങളുടെയൊക്കെ മുമ്പിൽ ഒരു തറയുണ്ട്. അവിടെ നിന്നും ഭരണിക്കാലത്തൊക്കെ ഗുഹയിൽ കൂടെയാണ് പൂജയ്ക്ക് വന്നിരുന്നതാണ് ഐതിഹ്യം പറയുന്നത്. അപ്പൊ ഗുഹയാണ് അവിടെ നിന്ന് അമ്പലത്തിലേക്ക്. അതുകൊണ്ടാണ് ആന പ്രദർശനം വയ്ക്കാത്തത്. അതിനെന്തെങ്കിലും അല്ല, ഗുഹയ്ക്ക് കേടുവരും എന്നുള്ള രീതിയിലായിരിക്കാം. അതെ, അതുകൊണ്ട് ഇപ്പോഴും പ്രദർശനം വെക്കില്ല. കുടുംബി സമുദായക്കാർക്കുള്ള പ്രത്യേക ചടങ്ങുകൾ എന്തൊക്കെയാണ്? കുടുംബികൾക്ക് ഇവിടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആന എഴുന്നള്ളിക്കുന്ന പോലെ തന്നെ കുരുമ്പമ്മയുടെ നടയിൽ നിന്നും നമ്മുടെ ദേവസ്വത്തിൽ ചെമ്മരിയാടുകളുണ്ട്. ആ ചെമ്മരിയാടുകളെ ഒരു ടിക്കറ്റ് എടുത്ത് വാങ്ങി അവിടെ നിന്ന് മേളത്തോടു കൂടി എഴുന്നള്ളിച്ച് മാലയൊക്കെ ഇട്ട് എഴുന്നള്ളിച്ച് ഭഗവതിയുടെ നടയിൽ സമർപ്പിക്കും. അത് അവരുടെ പ്രധാന വഴിപാടാണ്. ഇതും ഈ പറഞ്ഞ പോലെ കാർഷിക ഒരു താലപ്പൊലി എന്ന് പറയുമ്പോൾ കാർഷിക ഉത്സവമായിട്ട് എന്തെങ്കിലും അതുണ്ട്. ഈ രാത്രി പകല് ഈ 9 ആനയ്ക്ക് മേളത്തോടു കൂടി പടിഞ്ഞാറ് ആനപ്പന്തലിൽ അവസാനിച്ച് വടക്കേ നടയിൽ ഒന്ന് അവസാനിക്കും. പിന്നെ എന്നിട്ട് ക്ഷേത്രപാലകൻ്റെ പുറകിൽ കൂടെ അവിടെ വെച്ചിരുന്ന് ഒരു ആന പോയിട്ട് കോല ഇറക്കി കിഴക്കേ നടയിൽ കൂടെയാണ് അകത്തേക്ക് കയറ്റും. പിന്നെ രാത്രിയിലത്തെ എഴുന്നള്ളിപ്പ് ഇതുപോലെ രാത്രി 1 മണിക്ക് കുരുമ്പമ്മയുടെ നടയിൽ നിന്നും ഈ 5 ആനയ്ക്ക് തന്നെ എഴുന്നള്ളിക്കണം. ഒരു 10-70 താലക്കാർ ഇത് അരിയും എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതിൽ കെട്ടി തലയിൽ ചുമടായിട്ട് താലക്കാരുടെ അകമ്പടിയോടുകൂടി എഴുന്നള്ളിച്ച് ഗജമണ്ഡപത്തിൻ്റെ അവിടെ എത്തുമ്പോൾ എതിരേൽപ്പ്. അത് ഈ കാർഷികമായിട്ടുള്ള ബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. ഭഗവതിയെ എതിരേൽക്കും തമ്പുരാനും അടികളും വെള്ളിക്കുടയുടെ അകമ്പടിയോട് കൂടി വന്ന് ആന ഗജമണ്ഡപത്തിൽ 3 എണ്ണത്തിനെ കയറ്റി നിർത്തി അടികളുടെ പ്രധാന ഒരു അടികളുണ്ടാവും. അടികൾ പൂവും വരിയും എറിഞ്ഞ് ഭഗവതിയെ സ്വീകരിക്കും. അതാണ് എതിരേൽപ്പ്. താലപ്പൊലിയുടെ പ്രധാന ഒരു ചടങ്ങാണ് എതിരേൽപ്പ്. എതിരേൽപ്പിന് പോകുമ്പോൾ ഇവിടുന്ന് അകത്തുനിന്ന് നമ്മുടെ കൊടുങ്ങല്ലൂർ അമ്പലത്തിലെ അവകാശികളായ പ്ലാപ്പള്ളി തേറോടം തറവാട്ടിലെ സ്ത്രീകളാണ് കുത്തുവിളക്ക്. ആ കുത്തുവിളക്കിൻ്റെ അകമ്പടിയോടുകൂടി എതിരേറ്റ് പിന്നെ മേളം തുടങ്ങുമ്പോൾ ഭഗവതിയെ സ്വീകരിച്ചുകൊണ്ട് ഒരു എന്ന ചടങ്ങാണ്. പിന്നെ തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിന് എന്തെങ്കിലും അവിടുന്ന് എഴുന്നള്ളിപ്പ് എന്തെങ്കിലും താലപ്പൊലിക്കൊന്നുമില്ല. പിന്നെ വേറെ ഇത് ക്ഷേത്രങ്ങളിൽ നിന്നാണ് എഴുന്നള്ളിപ്പുകളും കാര്യങ്ങളും ഉള്ളത്. ഇവിടെയാ പന്തീരം ആ അമ്പലത്തിൽ ആലിംഗലമ്മ അമ്പലത്തിൽ നിന്ന് ഇവിടുന്ന് അങ്ങനെ താലപ്പൊലിക്ക് പ്രത്യേകിച്ച് താലപ്പൊലി കഴിയണ ദിവസമാണ് ആനാപ്പുഴയിൽ നിന്ന് വന്ന് ഒരു പറ നടക്കുന്ന ഒരു ചടങ്ങ്. അത് മാത്രമേ ഉള്ളൂ. പുലർച്ചെ എഴുന്നള്ളിപ്പിനാണ് 3 പ്രദർശനമുണ്ട്. ആ 3 പ്രദർശനം ഇതേപോലെ അവിടെ ഇറക്കി എഴുന്നള്ളിച്ച് വീണ്ടും ആന പ്രദർശനം വെച്ച് അപ്പുറത്ത് പോയി അവിടേക്ക് കോലം കയറ്റി കൊടുക്കും. അങ്ങനെ 3 പ്രദർശനത്തോടു കൂടി കഴിഞ്ഞിട്ട് ഭഗവതിയെ അകത്തേക്ക് കയറ്റും. എല്ലാ വർഷവും താലപ്പൊലി എന്താ പറയാ ചരിത്ര പ്രാധാന്യത്തോടു കൂടി തന്നെയല്ലേ? അതെ, എല്ലാ കൊല്ലത്തും പ്രൗഢി കൂടിയാണ്, തിരക്കും കൂടിയാ വരുന്നത്. 3-ാം താലപ്പൊലി എഴുന്നള്ളിപ്പ് ഈ 18 കോവിലത്തു നിന്നാണ്. ഇപ്പോൾ വില്ലേജ് ഓഫീസാണ്, അവിടെ നിന്നാണ് എഴുന്നള്ളിപ്പ്. അവിടെ ഒരു തണ്ണീരാമൃതം നെയ്പ്പായസം ഇതൊക്കെ ഉണ്ടാക്കി നിവേദിച്ച് അവിടെ നിന്ന് ഒരു ആനയോട് കൂടി എഴുന്നള്ളിപ്പ് തുടങ്ങി. രാത്രി ഏകദേശം ഒരു 10 മണിക്ക് അവിടെ നിന്ന് തുടങ്ങും. പുലർച്ചെ വടക്കേ നടയിൽ എത്തിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 3 മണിയോടുകൂടി വടക്കേ നടയിൽ എത്തും. അപ്പോൾ ഇവിടെ നിന്ന് 5 ആന അങ്ങോട്ട് പോയിട്ട് സ്വർണ്ണ കോലടക്കം പോയിട്ട് അവിടെ നിന്ന് ഭഗവതിയെ മേളത്തോടു കൂടി വലിയ മേളത്തോടു കൂടി എഴുന്നള്ളിക്കും. അത് 3-ാം താലപ്പൊലി. പ്രത്യേകിച്ച് പിന്നെ 3-ാം താലപ്പൊലിയുടെ അന്ന് കുരുമ്പമ്മയുടെ അവിടെ ഗുരുതി ഉണ്ട്. കൊല്ലത്തിൽ ഒരു ഗുരുതിയാണ് അവിടെ നടക്കുന്നത്. അത് 3-ാം താലപ്പൊലിയുടെ അന്നാണ്.